ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗെയിമിംഗ് പ്രോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മളൊന്നൊരു പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിമിന്റെ പേരാണ് NFS City. നമ്മൾ കുറെ ദിവസമായി ഒരു PC ഗെയിം നമ്മൾ കുറെ കളിച്ചണം എന്നറിയുന്നു. അപ്പൊ എന്നാണ് നമുക്കൊരു പുതിയ ഗെയിം കിട്ടിയത്. നമ്മൾ കുറച്ചൊക്കെ കളിച്ചു വെച്ചോളും. NFS City ഞാൻ ഉദ്ദേശിച്ച ഗെയിമിന്റെ ഒക്കെ ഗായ്സ് നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. നമ്മൾ കാർ ഫോർസയിലൊക്കെ കളിച്ചു പറഞ്ഞിരുന്നു. അപ്പോ കാർ ഫോർസയിൽ കളിച്ചണം എന്നുണ്ട്, പക്ഷെ വർക്ക് ആവണില്ല, അതുകൊണ്ട് ഞാൻ കളിച്ചൊന്നുമില്ല. അപ്പൊ ഗൈസ്, നമുക്കിപ്പോ തൽക്കാലം ഈ ഒരു ഗെയിമും അഡ്ജസ്റ്റ് ചെയ്യാം. NFS City ഗൈസ്, ഈ നിക്കണ മച്ചാലാണ് നമ്മള്. ഇതാണ് നമ്മളെ സ്വന്തം കാർ ഗൈസ്. നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സ് പറഞ്ഞ ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇതിന്റെ RTX കാർഡ് വരുന്നത് പിന്നെയും കുഴപ്പമില്ല. ഇതാണ് ഗൈസ് NFS City. RTX കാർഡ് വരുന്നത് 2050 ആണ്. അതിന് നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഇനി മുതൽ ഞാൻ ഗെയിം വെച്ചുള്ള വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കുന്നു ഗൈസ്. ഒന്നും വയ്ക്കുന്നില്ല, ഒക്കെ പാനിപ്പാണ്. പിന്നെ ഒരു പുതിയ റെക്കോർഡർ ഉണ്ട് ഇതിൽ, അതുകൊണ്ടാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യണത്. ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളുണ്ടാവും, ക്ഷമിക്കണം ഗൈസ്. നമ്മളെ ഗെയിമിൽ ഓടിക്കുന്നുണ്ട്. ഞാൻ അസാസിൻ ക്രൈഡ് സിൻഡിക്കേറ്റ് ആ ഒരു വീഡിയോ കാണിച്ചിരുന്നു, പക്ഷേ എനിക്ക് കൂടുതൽ കളിച്ചറിയില്ല. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഗെയിമിൽ വേണം ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഗൈസ് ആദ്യമൊക്കെ ഞാൻ കളിച്ചപ്പോ എനിക്കത് തീരെ നിച്ചല്ലായിരുന്നു. ഇതെങ്ങനെ കളിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ മെല്ലെ ഞാൻ ഇതും ഓരോന്നും ഇങ്ങനെ നെക്കിങ്ങാണ്ട് പിന്നെ ഗൈസ് നല്ല കളിച്ചു നിൽക്കുന്നു. ഈ ഒരു ഗെയിം ഞാൻ ഗൈസ് കുറച്ച് കളിച്ചു വെച്ചിരുന്നു. ഗെയിമിൽ ലോഡിങ്ങാണ്. കുറെ ദിവസമായി ഒരു PC ഗെയിം കളിച്ചെന്ന് അറിയാണ്ട്. ഇന്ന് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോന്റെ കൂടി അസാസിൻ ക്രൈഡ് ബ്ലഡ് ലൈൻസ് എന്ന് ഞാൻ ആൻഡ്രോയിഡ് ഗെയിമാണ് കളിച്ചത് ഒരു വീഡിയോ ഇടും. ശനി ഞായറാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് പിന്നെ വീഡിയോ ഇടാതുണ്ട്. ഇനി ആക്റ്റീവ് ആക്കാനും നമ്മളെ ഗെയിമിൽ ഓടിക്കുന്നത് കുറച്ച് ടൈം വെച്ചു. അല്ലെങ്കിലും ഗൈസ് ഈ ഒരു ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. അപ്പൊ ഗൈസ് നമ്മളെ ഗെയിം നിൽക്കണു ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടി. ആ നിൽക്കണ മച്ചാനാണ് നമ്മള് ഫസ്റ്റ്. പിന്നെ കുറെ ഉണ്ട് ഗൈസ്, മോസ്റ്റ് വാണ്ടഡ് അതേപോലത്തെ കുറെ ഉണ്ട്. ഇത് ഹീറ്റ് ആണ് ഗൈസ്. നമ്മള് ഗെയിം ഇടാൻ നിൽക്കണം. നമുക്ക് ഇതൊക്കെ നമ്മള് കസ്റ്റമൈസും കാര്യങ്ങളും കുറച്ച് നമുക്കിപ്പോ എന്താ ചെയ്യണ്ടേ, എക്സിറ്റ് ഗാരേജ്. ഇതാണ് നമ്മളെ വണ്ടി. വണ്ടിന്റെ പേര് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് വണ്ടിന്റെ പേര്. ലോഡ് മനസ്സിലാവുക. നിങ്ങൾ മറക്കാണ്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ടാർഗറ്റ് ഗൈസ് 1K ആണ്. ഇപ്പൊ അല്ലെങ്കിലും കുറച്ച് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലും ടാർഗറ്റ് 1K ആണ്. ഗെയിം ഗൈസ് നമ്മളെ ഗെയിം ഇവിടെ വന്നിരിക്കുന്നു. ഇതാണ് ഗൈസ് ഞാൻ ഈ പറഞ്ഞ ഗെയിം. അല്ലാക്കിന്റെ ഗ്രാഫിക്സ് ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി. ഗൈസ് നമ്മളെ ആളെ ഒരു വണ്ടിന്റെ എന്താ ഗ്രാഫിക്സ് നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി. ഇതാണ് ഈ ഏനറിയണ നമ്മളെ ഫ്രണ്ട്. ഈ ഒരു വണ്ടിമേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവം എന്താ പറഞ്ഞാല് WS നെറ്റിയ ഗൈസ്. ഈ ഒരു സംഭവം ഗൈസ് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗൈസ് നമുക്കിപ്പോ സോറി ഇപ്പൊ ഡേ കളിക്കാൻ ആംബുലൻസാ പോണേ ഗൈസ്. ഈ ഒരു മെഷീൻ ഇതൊക്കെ നമ്മൾ ചെയ്തു. നമ്മളെ ഈ സേഫ് ഹൗസ് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോ അവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് ആ ഏന അറിയണത്. ഇത് നമുക്ക് ഈ ഒരു മെഷീന് തുറന്നിട്ടില്ല. ഇതൊരു പുതിയ മെഷീൻ ഉണ്ട്. എന്താണ് യോഷിക്കാസ് ഇറങ്ങാണ്ട്. ഇതാണ് നമ്മളെ പുതിയ ഫ്രണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വന്നിട്ടില്ല, ഇതിപ്പോ ന്യൂ ആണ്. ഞാൻ ഇങ്ങോട്ട് നോക്കട്ടെ. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഒരു റൈസ് കളിച്ചാം. എനിക്ക് ഗൈസ് ഈ ഒരു ഗെയിം പിന്നെ ഗൈസ് ഈ ഒരു ഗെയിം പറഞ്ഞാൽ ആദ്യമൊന്നും മനസ്സിലാവില്ല. പിന്നെ ഗെയിം കളിച്ച് തുടങ്ങുമ്പോഴാണ് പിന്നെ എങ്ങനെയാണ് കളിച്ചത്. ഗ്രാഫിക്സ്
ഗ്രാഫിക്സ് പറയാൻ പറ്റില്ല, കാരണം അത്രയും വലിയ ഗ്രാഫിക്സ് ഈ NFS കൂടുതൽ ഗെയിം ഞാൻ കളിച്ചതിന് പറയണ ഈ ഡ്രിഫ്റ്റ് ചെയ്യാതാ സ്പേസുകളൊക്കെ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം. ഇതിൽ പറഞ്ഞാൽ 2 ഡ്രിഫ്റ്റ് ഉണ്ട്. ഒന്ന് സ്പേസുകൾ നക്കിയിട്ടും ഒന്ന് W ഹോൾഡ് ചെയ്ത് കണ്ടാണ് 2 വട്ടം W വെക്കുക, അല്ലെങ്കിൽ തിരിച്ചടയിലടക്ക് തന്നെ W വെക്കുക. അങ്ങനെ പറഞ്ഞത് നമ്മളിപ്പോൾ അതിങ്ങനെ നോർമലി പോവാം. അവിടെ ഇപ്പോൾ തിരിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് W ഇങ്ങനെ കഴിച്ചിരുന്നു. ഇതാണ് നമ്മളെ വണ്ടിനെ പറഞ്ഞത്. ഒരു ഒറ്റ ഇടിക്കുള്ള തെങ്ങൊക്കെ പൊട്ടിട്ട് ഗൈസ്. പക്ഷെ കൺട്രോളിനൊക്കെയതാ നൈട്രോ ഉണ്ട്. മാപ്പ് ഉണ്ടാകാൻ നമുക്ക് കുഴപ്പമില്ല. ഒരു ഗെയിം പറഞ്ഞാൽ ഇടിച്ചാൽ പിന്നെ കുറേ ഇടിച്ചാൽ പിന്നെ നമ്മൾ പൈസ കൊടുത്താൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കിയോട് നേരെ കണ്ടുവരും. ബിരിയാണി ഗൈസ് എനിക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് റൈസിന് തിരിയാനൊക്കെ കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മളെ മെഷീനുണ്ട്. ഇതിപ്പോൾ പുതിയതാണ്. നമുക്കിപ്പോൾ പുതിയ ഫ്രണ്ടിനെ കാണാൻ പോകണം. നമുക്ക് ഫസ്റ്റ് റൈസ് നമുക്ക് കളിച്ചാൽ നമ്മളെ വണ്ടിൻ്റെ ഒരു ചെറുക്ക് കാണിച്ചു തരാം. ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് ഇടിച്ചുകൊണ്ട് നമ്മൾ കുറേ വരിയും കാര്യങ്ങളുണ്ട്. ഗൈസ് നമ്മൾ റൈസ് വന്നിരിക്കുന്നു. ഫോട്ടോ എടുത്തോളൂ ഇവർക്കൊക്കെ ഗൈസ് നമ്മൾക്ക് ഫോട്ടോ ഈ ഇതാണ് സർക്യൂട്ട് റൈസാണ്. ടാർഗറ്റ് ഫസ്റ്റ്. നമ്മളെന്തായാലും ഫസ്റ്റ് എടുക്കല്ല, ഗെയിമിങ് തന്നെ അല്ലേ. എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ക്വാളിറ്റി ഗൈസ്. ഇവിടെ തിരിയാണ്ട് ഗൈസ് എന്തായാലും ഫസ്റ്റ് ആണ്. ടാർഗറ്റ് ഫസ്റ്റ് ആണെങ്കിലും ജയിക്കലും ഫസ്റ്റ് ആണ്. സൂര്യ നമ്മളടിച്ചാൽ വരും. ഫസ്റ്റ് മുണിക്കാണ് റേസുകൾ ഇനി കണ്ടുകൊണ്ട് ഞാൻ കുറേ റേസിൽ ചില റേസിൽ മുണിക്കുണ്ടാവും. കാരണം മുണിക്കാരല്ലെങ്കിൽ സാധനമാണ് ഓരാണ് പിന്നെ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ നമ്മളും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, നമ്മളൊരു കൂടിയല്ലേ. മുണിക്കന്നെ മുന്നിട്ടേ കാര്യം. മുണിക്കന്നെ മുന്നെടുത്തു. മുണിക്ക വേഗിലായോ എന്റെ മുന്നിൽ കണ്ട് കളിച്ചത്. നമ്മളെ നൈട്രോ ഇവിടെ തിരിയാണ്ട് മുന്നിലാവും. നമുക്ക് നൈട്രോ എടുക്കാം. 3 വട്ടം അവർക്ക് തിരിയണം. അല്ലെങ്കിലും ഇത് റിസ്ക് ഉണ്ട്. 3 വട്ടം കൂടി തിരിയണം എന്ന് പറഞ്ഞാൽ ബാക്കിലാണെങ്കിൽ മണിക്ക് അല്ലാത്ത സ്പീഡ് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിച്ച് അന്നിപ്പോൾ ഞാൻ ഈ ഹംദൂക്കം എന്നുള്ള പേര് മാറ്റി പറഞ്ഞാൽ കൂടുതൽ ഞാൻ ഗെയിം കളിച്ചാലെന്ന് ആലോചിച്ചത്. അതാണ് ഈ ഗെയിമിൽ ഇപ്പോൾ ഹംദൂക്കം പേരിട്ട് ഇടക്ക് മണിക്ക് ഫസ്റ്റ് മുന്നിൽ പോയി ഇടയ്ക്ക് നമ്മൾ ഇപ്പം മുന്നിൽ നിൽക്കണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ മുന്നിത്തരാം. മുന്നിത്തരം കഴിച്ചപ്പോൾ ഇനി മുന്നിൽ വെക്കാൻ മുന്നിക്കാരണം അല്ലാത്ത സാധിക്കും. ഓര് പറഞ്ഞാലൊക്കെ നമ്മളെ റേസ് ആവുന്നത് അതുകൊണ്ട് പിന്നെ റേസ് ഇവിടെ തിരിയലുണ്ട്. ഇതൊക്കെ വെച്ചില്ല ഇവിടെ അങ്ങനെ തിരിയുമാണ്. ഇതിനൊക്കെ എൻ്റെ റേസ് ഇങ്ങനെ കൊടുക്കണം. ഈ ഒരു ഗെയിം നിങ്ങൾ ആദ്യം കയറ്റി കളിച്ചപ്പോൾ നിങ്ങൾക്ക് തുള്ളി കളിക്കാൻ വയ്ക്കില്ല. ഞാനാ പറയണം 100% ഗ്യാരണ്ടി വാങ്ങിയിട്ട്. കാരണം ഫസ്റ്റ് ഈ ഗെയിമിൻ്റെ ഒരു കൺട്രോൾ തുമ്പ് കിട്ടൂല. പിന്നെ മെല്ലെ മെല്ലെ പ്രൊഫഷണൽ കളിക്കുന്നവരൊക്കെ ഗെയിമർ കഴിച്ചുകൾ കാണണം. എന്താ പറയുക ഗെയിം ഇൻ്റെ അത്ര കളിച്ചത് നമ്മൾ നോക്കിത്തന്നെ. പ്രൊഫഷണൽ ഗെയിമറിനൊക്കെ കളി കാണുമ്പോൾ നമ്മളൊക്കെ രൂപമാണ് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെക്കാൾ നല്ല സ്കില്ലും കാര്യങ്ങളാണ്. മുന്നിൽ തന്നെ പോകണം. ചെറിയ സൗണ്ടും കാര്യങ്ങളുണ്ടാവും ചേർക്കാം. ഈ NFS
NFS ഹീറ്റ് കളിച്ചണമെങ്കിൽ ഞാൻ ഈ NFS നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് ഇറങ്ങേണ്ട ഒരു ഗെയിം വെച്ചിരുന്നു. ആ ഒരു ഗെയിം പറഞ്ഞാൽ ഇതിൻ്റെ അത്രക്കില്ല ഗ്രാഫിക്സ് തീരില്ലായിരുന്നു. ആ ഗെയിം ഞാൻ ഈ ഫോണിൽ കളിക്കുന്നതാണ്. NFS ഹീറ്റ് മോസ്റ്റ് വാണ്ടഡ്. ആ ഗെയിം ഫോണിലുണ്ട്. ഫോണിലൊരു ആപ്പിലാണ് PP SPP ഇറങ്ങാണ്ട്. ഞാൻ ഇന്നൊരു വീഡിയോ ഇടും അസാസിൻ്റെ. ആ ഒരു ആപ്പിലാണ് ഞാൻ ഒരു മോസ്റ്റ് വാണ്ടഡ് കയറ്റി കളിച്ചാൽ മോസ്റ്റ് വാണ്ടഡ് NFS മോസ്റ്റ് വാണ്ടഡ് പറഞ്ഞ ഗെയിം ഞാൻ കളിച്ചപ്പോൾ ഇതിൻ്റെ അത്രക്ക് കുറച്ച് സുഖം കിട്ടിയില്ലെങ്കിലും ഗ്രാഫിക്സ് ഒക്കെ കുറവാണ്. എന്നാലും അതിൽ ആദ്യം ഞങ്ങൾ ഫുള്ള് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഗൈസ് നമുക്ക് 12 ഗൈസ് നമ്മളെ പേര് പറയുന്നത് കോഡെക്സ് ആണ്. നമുക്ക് ഇതിന് ഈ ഇൻട്രോന് മുമ്പ് നമുക്ക് കുറെ ആൾക്കാരെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം മെഷീൻ വെച്ച് മാപ്പ് എടുക്കട്ടെ. മാപ്പിൽ ഇനി ന്യൂ മെഷീന് ഒക്കെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി. അവന് നമുക്ക് ഇതേതൊരു പുതിയ ഫ്രണ്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം. ഈ വണ്ടിക്ക് ഡാമേജ് പറ്റുന്ന ഗൈസ്ക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഡാമേജ് പറ്റിയ നമ്മൾ വണ്ടി ചെറുപ്പ് പോകും. നമുക്ക് ഗൈസ് ഒന്ന് വട്ടം കറങ്ങിയാലോ. വട്ടം കറങ്ങുന്ന ഗൈസ് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇതാണ് ഗൈസ് കയറ്റം. ഫ്രണ്ടാണ് ഓരെനിക്ക് ഫസ്റ്റ് മെഷീനായിട്ട് കിട്ടിയത്. ഫസ്റ്റ് മെഷീനിൽ ഓരെ കുറച്ച് കണ്ടായിരുന്നു. ഞാനൊരു റേസ് ചെയ്തു. എന്നാലും ഞാൻ ജയിച്ചത്. എനിക്ക് കളിച്ചാൽ മിച്ചല്ലെങ്കിലും ഗൈസ് എങ്ങനൊക്കെ ഒപ്പിച്ചു. അതേപോലെ ഈ ഫസ്റ്റ് ചില കളിയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ടല്ലേ കിട്ടും. നമുക്ക് മാപ്പിൻ്റെ ഒരു ചോപ്പുമാണ് പോലീസ് ഗൈസ് നമ്മളെ പറയണത് ഫസ്റ്റ് മെഷീനാണ്. ഇത് പറഞ്ഞാൽ സിമ്പിളായിരുന്നു. പിന്നെ സിമ്പിളായിട്ട് ഇത് കളിച്ചാൽ പറ്റില്ല. അതിൽ ജയിച്ചപ്പോഴാണ് പിന്നെ ഫ്രണ്ട് ആയത് പറ്റും. ഇവിടെ നമ്മൾ ചെറിയ മടിച്ച കുഴപ്പമില്ല. വലിയ സ്ഥലത്ത് മടിച്ച കേസ് വണ്ടി കൊണ്ടുപോകാൻ ഇവിടെയാണ് സ്ഥലം. ഇത് നമ്മൾ പുതിയൊരു ഫ്രണ്ടാണ്. ഈ ഒരു ഗെയിമിന് ഒരു മൗസിന്റെ ഒരു ആശയമില്ല ഗൈസ്. മെഷീൻ സ്റ്റാർട്ടഡ് എന്തോ ഒരു വലിയ മെഷീനാണ് ഗൈസ്. ഗൈസ് ഇതാ നമ്മളെ പുതിയ അവതാരം. ഇവനായിട്ട് നമ്മൾ റേസ് നടത്തേണ്ടി വരും തോന്നുന്നു. ഫോളോ ചെയ്യാൻ റേസ് ഉണ്ടാകുമ്പോ ട്രാക്കിന് അത് കാണും. എന്റെ പേര് ഡെക്സ് ആണ്. ഫോളോ ചെയ്തു ലൈറ്റൊന്ന് ഗൈസ് നമ്മൾ നോക്കാൻ ഞാൻ ആസിലേറ്റർ കൊടുക്കാണ്ട് നൈറ്റർ കൊടുത്തപ്പോ ഗൈസ് വണ്ടി മുന്നിൽ പോകും. ഈ ഒരു ഗെയിം അറിയണ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്യാമറ മാറ്റാൻ ഗൈസ്. ഇങ്ങനെ വേണമെങ്കിൽ ക്യാമറ മാറ്റാം. അങ്ങനെയൊക്കെ ഗൈസ് എനിക്ക് ഇങ്ങനെ ഇഷ്ടം. They did some kind of water treatment plant. Place used to stink like a swamp, and that's what made it perfect. The air was nasty, but the road was clear. One time, Lucas nearly jerked it into an open tank of sewage. But don't worry, they put a roof on that since. Now on these practice sessions for out of towners, you don't embarrass yourselves at the showdown. You impressed? Maybe I'll give you a little something to get you caught up to showdown standards. I like the sound of that. Aku bina na follow dia lah. Sabi ko, oh, yung ganda mo.
നമ്മൾ പൊളിച്ചു വന്നു. ഇവിടെയാണ് ഗൈസ് ഇനി റേസ് എടുത്തെന്ന് തോന്നുന്നു. ഞാനിവിടെ ഈ സ്ഥലം മൊത്തം ചുറ്റിട്ടില്ല. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഗൈസ് ഇത്രയും ഉണ്ട്. നമ്മള് സൂം ഇപ്പൊ ഇങ്ങനെ ചെയ്യാം ഗൈസ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്. നമ്മളിതൊന്നും ചുറ്റി കറങ്ങിയിട്ടില്ല. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മെഷീൻ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത് ഇവിടെ ഒരു മെഷീൻ നമുക്ക് ചെയ്യാം. ഓ ഗൈസ് ഇവിടെ റേസ് എന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ ഡെക്സിനെ തുടങ്ങിയ റേസിന് പോവാണ്. ഓ ഗൈസ് ഇവിടെ റേസ് ഉണ്ട്. റേസ് ടാർഗറ്റ് ഫസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടണം ഗൈസ്. പോവാം. ഗൈസ് 4 ലാപ്പ് ഉണ്ടാവുന്നത് മേടിച്ചല്ല. റേസിന് ഡെക്സിന്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. മോണിക്ക ഉണ്ടതിന് ഗൈസ്. ഞാൻ പറഞ്ഞില്ല മോണിക്ക ഏതെങ്കിലും ഒക്കെ റേസിനുണ്ടാവും. ഞാൻ ഈ ഗെയിമിൽ കുറെ റേസ് കളിച്ചാലൊക്കെ ഈ മോണിക്ക ഉണ്ട്. പറയാൻ പറ്റില്ല. ബാക്കിയുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും ഇതില്. നമ്മളറിയില്ല. ഞാൻ മോണിക്കനെ മാത്രമേ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കുറച്ച് ചെറിയ നേപ്പാള് ഇതൊക്കെ കൂടെ ശരിയാണ്. നൈട്രോ എടുക്കാറുമ്പോൾ നമ്മൾ മുന്നിൽ ചാടില്ലെങ്കിൽ ഒരു ബൂസ്റ്റ് ഞാൻ ഈ ഗെയിമിൽ ബ്രേക്ക് കുറിച്ചാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാർ ഗെയിം ഇഷ്ടമുണ്ടെങ്കിൽ പറയണം. കമന്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് വേണ്ട ഗെയിം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ കളിക്കുന്നതാണ്. ഞാൻ ലാപ്ടോപ്പിൽ കയറ്റാൻ പറ്റാത്ത ഗെയിമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ലാപ്ടോപ്പ് കഴിഞ്ഞാൽ നാല് സ്ഥാനത്ത് ഓർക്ക് നല്ല റേസ് അറിയാൻ തോന്നുന്നു. അഥവാ എവിടെയെങ്കിലും കളി പോയ പ്രാവശ്യം മുന്നിട്ട് എല്ലാവരും ചാടും. ടാർഗറ്റ് ഫസ്റ്റ് ആണ്. അപ്പോൾ ഗൈസ് കൂടെ ചാടാണ്ട് 3-2 സ്റ്റാർട്ട്. നമുക്കൊരു ചാട്ടം കൂടി. നോ ഗൈസ് ഒന്ന് പൊടിച്ചു. മൊത്തം പിടിച്ചില്ലെങ്കിൽ ഇപ്പൊ മൊത്തം പോയി. ഓ ഗൈസ് ഫൈനല്ലേ മോണിക്ക. ഓ ഗൈസ് മോണിക്കയും ഡെക്സും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടെ. ഡെക്സ് 3ാം സ്ഥാനം തേടി ഗൈസ്. ഡെക്സ് അലകുന്ന സാധനമാണ്. ഞാനും ഡെക്സും തമ്മിൽ എന്താണ് റേസ് ഞാൻ ആര് ജയിക്കുന്നതിന് അറിയില്ല. ഞാനൊന്നും ജയിക്കും. കാരണം ഓന് 3ാം സ്ഥാനത്താണ് എത്തുന്നുണ്ട്. പ്രൊഫഷണൽ ഇതാണെങ്കിലും കുഴപ്പമുണ്ടാവും. ഗൈസ് നമ്മളെ ഗൈസ് കുറെ ആൾക്കാർ ഇപ്പം ഈ ചിക്കാപ്പ് പറഞ്ഞ വണ്ടിയെടുത്തപ്പോൾ നമ്മൾ മുന്നിൽ മേലെ പോകുന്നതാണ്. ഗൈസ് നമ്മൾ ജയിച്ചു. ഗൈസ് നമ്മൾ ജയിച്ചു. ഗൈസ് നമ്മളെപ്പോഴും ജയിച്ച ഫോൺ മകളുണ്ട്. റിവാർഡ് 8000. ഓ ഗായ്സ് ഡെക്സ് 2ാം സ്ഥാനം നേടി. നമുക്ക് എന്തോ ഒരു മെഷീൻ ഉണ്ട് അവിടെ. ഡെക്സ്റ്ററേറ്റ് മെഷീൻ ഗായ്സ് നമ്മളെന്ത് ചെയ്യുന്നു. ഓ ഗായ്സ് മറ്റവര് പോയി. നമ്മളിപ്പോൾ ഉണ്ടായ ഒരു ചങ്ങായി പോയി. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മള് എന്താ ഇപ്പം എല്ലാം കഴിഞ്ഞിപ്പോൾ ഡേ മെഷീൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഗൈസ് നമുക്ക് ഇഷ്ടമായ നമുക്ക് ഇനി നൈറ്റ് കളിച്ചാൽ. ചിലർക്ക് ഡേ ഇഷ്ടം, പക്ഷെ നൈറ്റാണ്. എനിക്ക് കൂടുതലും നൈറ്റാണ് ഇഷ്ടം. നമുക്കിപ്പോൾ നൈറ്റ് എങ്ങനെ ആകുമോ നൈറ്റ് തന്നെ ഗൈസ്. ഞങ്ങൾക്ക് കുറച്ച് നേരം നൈറ്റിൽ കളിക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടം നൈറ്റ്, കാരണം കൂടുതൽ വെളിച്ചും കാര്യങ്ങളാണ് നൈറ്റ് ടൈമിലുണ്ടാവുക. ഓ ഗൈസ് മഴ പെയ്തല്ലോ. ഇതൊക്കെ ഗൈസ് നമ്മളെ സ്ക്രീനൊക്കെ അങ്ങനെ ആവില്ലേ. സ്ക്രീനൊക്കെ അവിടെ അവർ ക്ലിയറിറ്റി കൊടുത്തോളൂ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും.
ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടാവും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ന്യൂ ഉണ്ട്. ഇവിടെ ന്യൂ ഒരു മെഷീൻ ഉണ്ട്. ഇവിടെ പിന്നെ കൂടുതൽ മെഷീൻ വേണ്ട ഗൈസ്. ഈ ഒരു ഗൈസ് ഇത് തുറന്നിട്ടില്ലേ? ഇത് തുറന്ന് വിചാരിച്ചു ഗൈസ്. നമുക്ക് ഇനി ഒരു മെഷീൻ ചെയ്യാണ്ട്. ഞാനിപ്പോൾ പുതിയ വന്ന മെഷീൻ നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ബാക്കൊക്കെ പിന്നെ തിരിച്ചെന്ന് പറയാം. നൈട്രോ സമാധാനം ഷോർട്ട് കട്ട് എടുക്കാനാണ്. ഈ ഒരു NFS അറിയണ മൊത്തം ഷോർട്ട് കട്ട് ചില ഗെയിമിന് മാത്രം നേരെ പോലെ റോഡ് കൂടെ പോകാൻ നമുക്ക് പിന്നെയും ഷോർട്ട് കട്ടാണ്. എന്താ റിയലിസ്റ്റിക് കാണിക്കുക രാത്രി ഇഷ്ടം തന്നെ. രാത്രി എന്തായാലും പോലീസിനെ കൊണ്ടില്ല. പോലീസിനെ പണ്ട് പക്ഷെ ഒന്നും പറ്റില്ല. പോലീസൊക്കെ പിന്നാലെ വന്ന പിന്നെ ചേസിനൊക്കെ തെങ്ങമ്മ പൊട്ടിച്ച് നമുക്കൊരു പേടില്ല. കാരണം തെങ്ങ പൊട്ടി നമ്മളെ വണ്ടി വരെ ഗൈസ് 90 സ്പീഡിൽ പോയി എന്ത് കിട്ടുന്നുണ്ട്. ചലഞ്ചല്ല നമുക്ക് ചലഞ്ചൊക്കെ വലിയ അങ്ങനെ ഒരു വരെയുള്ള സ്പീഡിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഒന്ന് 130 വയസ്സ് എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും വരാം. നമ്മള് മാപ്പ് പറയണേക്കാൾ കുറച്ച് ഷോർട്ട് വിചാരിച്ചു. എനിക്കൊന്നും ഷോർട്ട് ഇഷ്ടമല്ലേ. ഇവിടെയാണ് ഗൈസ് പുതിയ റൈസ് ഉള്ളത്. ഇവിടെ കുഴപ്പമൊന്നും ഈ റോട്ടിൽ വെച്ച് കണ്ട റൈസ് അറിയില്ല. ഇതാ ഒരു സിനിമന്റെ പേരാണ്, ഒരു കാർട്ടൂൺ സിനിമന്റെ പേരുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടിന്റെ ചെറുക്കൊരു എപ്പോഴും കാണിച്ചു തരും. ഫോട്ടോ എടുത്തോളൂ. ഫസ്റ്റ് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനാണ്. പക്ഷെ മെക്യൂണിയൊന്നും കണ്ട് സിനിമന്റെ പോലുണ്ട്. നമ്മള് പിന്നെ ഡൊഡിച്ചല്ലേ, സോറി ഫസ്റ്റാഗ് വണ്ടിന്റെ പേരാണ്. കൺട്രോൾ 3 ലാപ്പുണ്ട് ഗൈസ്. ഇതിനുണ്ട് ഗൈസ് മോണിക്കൻ്റെ അത്ര റേസിലാണ് ഗൈസ്. ഇതെന്തോ സംഭവമുണ്ട്. നമുക്ക് ഈ ഇടക്കുറി ഉണ്ടാവും. നമുക്ക് പിന്നെയും ഗെയിം കളിക്കാം. നമുക്ക് ഫസ്റ്റ് ഇയർ എടുക്കണം ഗൈസ്. ചിക്കാഗോ എന്ന് ഗൈസ് 5th സ്റ്റാൻഡേർഡ് 5ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 1ാം സ്ഥാനത്ത് എത്തിയപ്പോൾ 2ാം സ്ഥാനത്ത് കാക്കും. എന്തായാലും 5th സ്ഥാനത്ത് ഗൈസ് ഹീറ്റ് ലെവൽ കൂടി. പോലീസ് നമ്മളെ പിന്നാലെ ഒരു പോലീസ് ഉണ്ട് ഗൈസ്. ഹീറ്റ് ലെവൽ കൂടി സ്ലോ മോഷൻ ഉണ്ടല്ലോ. നമ്മളെ പിന്നാലെ ഒരു പോലീസ് ഉണ്ടെന്ന് പറയുന്നു. നമ്മളെടുത്തല്ലേ പോലീസ് പിന്നാലെ കൂടെയാണ്. നമുക്ക് നേരം പോലെ വണ്ടി ഓടിച്ചേക്കും. വണ്ടി ഓടിച്ചാൽ നിന്ന് അപ്പം എങ്ങനെ നമ്മൾ ഒട്ടിച്ചാൽ വരും. ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. നൈട്രോ വരൂ. വണ്ടി ഇടിച്ചു.
ടാർഗറ്റ് ഫസ്റ്റ്. ഓ ഗായ്സ് വണ്ടി അനക്കുന്ന സാധനമാണ്. നമ്മൾ വേറെ സ്ഥലത്തെത്തി ഗായ്സ്. 2 കോപ്പോ ഗായ്സ് എനിക്ക് തോൽക്കുന്നു. ഫസ്റ്റ് വെച്ചില്ല. എസ്കേപ്പായി. ആ ഗായ്സ് മനസ്സിലായത് നമ്മൾ ആരെങ്കിലും ജേഴ്സി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ചാടിയാൽ മതി. നമ്മൾ ഫസ്റ്റ് കണ്ടോട്ടുണ്ട്. അതിന് ലാബ് ലാസ്റ്റ് വളരെ ചാടിക്കുന്ന കാശം മുന്നിലെത്തിക്കൊള്ളു. അത് ഇഷ്ടപ്പെട്ടു. ഓ ഗൈസ് ഉച്ചു നേരത്തെ ഗൈസ് ആ വണ്ടിയുടെ മുന്നിൽ വന്നിച്ച കാര്യങ്ങൾ പകുതി. ഓ ഗൈസ് വണ്ടിയുടെ അവിടേക്ക് പോലീസ്. ഓ ഗൈസ് പിന്നെയും കുഴപ്പം. പോലീസാണ് പിന്നെയും ജയിച്ചത്. നേരത്തെ അടിച്ച പോലെ പഠിച്ചാലാണ് നടക്കൂല മോനെ. പിന്നെ ഡാമേജ് ആയി. പോലീസാണോ കൂട്ടുന്ന ലക്ഷ്യമില്ല. ഈ ഗെയിമത്തെ ഈ പോലീസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഈ ഇടയ്ക്കൊരു കമന്റ് ചെയ്ത് കളിച്ചു. ഫൈനൽ ലാപ്പ് നമ്മൾ ജയിക്കണം. കൺട്രോൾ നമ്മൾ ഇതിനെ തോൽച്ചു. ഇത് നമ്മൾ തോറ്റിരിക്കൂല ഗൈസ്. ഓ ഗൈസ് വണ്ടി അലാക്കിട്ടി പോലീസേ. ഇപ്പൊ ഞാൻ വെറുതെ റൈസായി പോലീസ് വണ്ടി വരണ അല്ലാത്ത സാധനമാണ് ഗൈസ്. ജയിച്ചു ഫസ്റ്റ്. ഒന്നാലും വിടൂലൊരു ഗൈസ്. ഒരു വിടുന്നില്ല. നമ്മള് രക്ഷപ്പെടണോ? അതെന്താ? ഒരു പേടില്ല. വണ്ടികളെ മാറിക്കേ. 3 പോലീസുകാരന് ചെയ്തത്. നമുക്കൊരു ഐഡിയ ചെയ്താൽ വള്ളത്തിൽ ചാടാണെന്ന്. വള്ളം അവിടെ വള്ളം കാണില്ല. ഓ ഗൈസ് അവിടെ വണ്ടി വള്ളത്തിൽ ചാടാൻ വേറെ വഴി. പോലീസ് വിടുന്ന രക്ഷയില്ല. ഗൈസ് നമ്മളിപ്പോ ഗാരേജിലെത്തി. ലെവലപ്പ് ന്യൂ കാർ സെല്ലൊക്കെ നമുക്ക് പുതിയ കാർ കൂട്ടി. ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കളിക്കുന്നതാണ്. നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും എന്താ ഒരു കമന്റും ലൈക്കും കാര്യങ്ങളും ഇടാൻ മറക്കരുത്. എന്നാൽ ബൈ.